ഹലോ, അങ്ങനെ 2025 കഴിയാൻ പോവാണ്. കഴിഞ്ഞ ഇയർ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എന്താ പറയാ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്താ പറയാ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ടൊരു പ്ലാനർ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു ഇയർ കൂടെയാണ് 2025 എന്ന് പറയുമ്പോൾ. അപ്പം അതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് കരുതി. ബിക്കോസ് എന്തായാലും ഈ ഇയർ തുടങ്ങിയ സമയത്ത് നമ്മൾ അത്യാവശ്യം വലിയ കാര്യത്തിലായിരുന്നു. ആ ഒരു പ്ലാനറിൻ്റെ ഇൻട്രൊഡക്ഷനും റിവീലിങ്ങും ഒക്കെ നടത്തിയിട്ട് ഈ ഇയർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്യും. എന്താ പറയുക, പ്ലാൻ ചെയ്ത് ചെയ്യും. പിന്നെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ചാനലിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആൻഡ് അതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ. സോ 2025 പ്ലാനിൻ്റെ ഒരു റിവ്യൂ ആട്ടോ ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം. സോ ഇതാണ് എൻ്റെ 2025 പ്ലാനർ. ആൻഡ് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 1 ഇയർ കഴിയാൻ പോവുകയാണ്. ഞാൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വേറെ പലരുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ പ്ലാനർ തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകിൽ എൻഡിങ്ങിലാവുമ്പോൾ എൻ്റെ അപ്ഡേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പം പലർക്കും അതിൻ്റെ ഹാഫൊക്കെ ആകുമ്പോൾ നിർത്തി പോരേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പലരുടെയും വീഡിയോയിലൊക്കെ കോമഡി ആയിട്ടാണെങ്കിലും ഫണ്ണായിട്ടാണെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ലൈക്ക് എനിക്ക് തുടങ്ങിയ സമയത്ത് ഒരു ഡൗട്ടാണ്, ഇത് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യുമോ, എല്ലാ മന്ത്സും ഞാനിങ്ങനെ ഇതിനകത്ത് എഴുതി പോകുമെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ സംഭവം ഞാൻ ഇത് മാനേജ് ചെയ്തു എന്ന് വേണം പറയാം. ആൻഡ് എന്താ പറയുക, കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെൻഡിങ് വന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയറിലെ പ്ലാനറിൽ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് അങ്ങനെയാണ്. കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല. നമുക്ക് നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ഇയർ ഒരു എന്താ പറയുക ലെറ്റർ ടു മീ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് തന്നെ എഴുതിയതാണ്. അതായത് കഴിഞ്ഞ ഇയർ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതായത് ഈ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത് എഴുതിയതാണ്. ആൻഡ് ഞാൻ ഒന്ന് വായിച്ച് നോക്കട്ടെ കേട്ടോ. ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് എന്താ പറയുക, എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഞാൻ ഒന്ന് വായിച്ച് നോക്കട്ടെ. ഇറ്റ്സ് എന്താ പറയുക, ഇമോഷണലാണ്. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് പിന്നെ ഇതാ ഇങ്ങനെ ഫസ്റ്റ് മന്ത് തന്നെ ഞാൻ അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്തൊക്കെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പോസിറ്റീവ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, എന്താ പറയുക, എന്തായാലും ഈ സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പോൾ അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ ചെയ്ത് അങ്ങനെ ജാനുവരി എന്ന് പറയുമ്പം ആദ്യമായിട്ട് എനിക്ക് അതിൽ അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ പറ്റുമോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് എന്താ പറയുക, എൻ്റെ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് പോയി തുടങ്ങിയ ഒരു മന്തായിരുന്നു ജാനുവരി. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് വീഡിയോ ചെയ്തില്ലായിരുന്നു, അത് വേറെ കാര്യം. ബട്ട് എന്നാലും ജാനുവരി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മന്താണ്. ബിക്കോസ് ഫസ്റ്റ് മന്ത് ആണല്ലോ. അത്യാവശ്യം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ടു ഡു ലിസ്റ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കും. ആൻഡ് അതിൽ കുറേയൊക്കെ ചെയ്തു കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അത്യാവശ്യം എന്താ പറയുക, ഇതിന് ഒരു 10-12 കാര്യങ്ങളൊക്കെ കൊടിയിലെടുക്കാൻ അതൊരു 8 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മന്ദത്തിന്. സോ ജാനുവരിയിൽ അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിരുന്നു ഞാൻ. ആൻഡ് ഇതുപോലെയൊക്കെ ഇങ്ങനെ മന്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്തെങ്കിലും കാര്യമായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അക്കാഡമിക് റിലേറ്റഡ് ആണെങ്കിലും പിന്നെ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇതിലിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അങ്ങനെയായിരുന്നു ജാനുവരി. പിന്നെ എനിക്ക് ജാനുവരി കുറച്ച് സ്ട്രഗിൾ മന്ത് ആയിരുന്നു. ബിക്കോസ്
വന്നിവിടെ ഒരു 3 months കഴിഞ്ഞ് ഞാൻ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു. ഞാനിങ്ങനെ വർക്ക് ഹണ്ടൊക്കെ നടത്തുന്ന ഒരു ടൈമായിരുന്നു. സോ സ്ട്രഗ്ലിംഗ് പീരീഡും ആയിരുന്നു, ബട്ട് ഫസ്റ്റ് മന്തിൻ്റെ സന്തോഷവും ഉണ്ടായിരുന്നു. യാ അങ്ങനെ എൻ്റെ ജാനുവരി അങ്ങനെ പോയി. ക്ലാസ്സും കാര്യങ്ങളും എക്സാംസും എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഫസ്റ്റ് സെമ്മിൻ്റെ ഒരു എൻഡിങ് പീരീഡും കൂടെ ആയിരുന്നു ജാനുവരി. ആ ടൈമിലായിരുന്നു ഞങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊരു വർക്കിന് കയറി, അതായത് എന്താ പറയുക, ഫുൾ ടൈമായിട്ടൊരു വർക്കിന് കയറിയ ഒരു മന്തും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ഫെബ്രുവരി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് നല്ലൊരു ഇൻകം കിട്ടിയതാണെങ്കിലും പിന്നെ എന്താ പറയുക, യാ അത്യാവശ്യം. പിന്നെ എൻ്റെ എന്താണ് എക്സ്റ്റൻഷൻ നടന്ന മന്താണ് ഫെബ്രുവരി. അതായത് എൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടി, എൻ്റെ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ നടന്ന ആ ഒരു മന്ത് കൂടെയാണ്. സോ അന്നാണ്, അതായത് എത്ര കൊല്ലത്തേക്ക് നമുക്ക് വിസ കിട്ടും എന്നൊക്കെ അറിയുന്നത് അന്നാണ്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 25 ആണെന്ന് തോന്നുന്നു. യാ അങ്ങനെ എനിക്ക് 2 years റെസിഡൻസ് പെർമിറ്റ് ഒക്കെ കിട്ടി. അതായിരുന്നു ഫെബ്രുവരിയിലെ എൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയാം. അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നില്ല, യാ അതൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ വർക്കിന് കയറിയതും യാ. പിന്നെ എഴുതിയ എക്സാംസൊക്കെ പാസ്സായ മന്തും ഓക്കെ. അതിനുവേണ്ടി എക്സാം ഒന്നും എഴുതിയില്ല, ബട്ട് എന്നാലും എഴുതിയ എക്സാംസൊക്കെ പാസ്സായിട്ടുണ്ടായിരുന്നു. യാ പിന്നെ ഞാൻ ഇതുപോലെ എൻ്റെ എന്താ പറയുക, നോട്ടായിട്ട് ഇങ്ങനെ എക്സ്പെൻസസ് ഒക്കെ ഓരോ മന്തിലെയും എൻ്റെ എക്സ്പെൻസസ് ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഞാൻ. അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ടൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ എന്താ പറയുക, മാർച്ചിൽ ഈദൊക്കെ ആയിരുന്നു. ഈദും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദെൻ യാ RP കാർഡൊക്കെ കിട്ടി. ദെൻ ഫസ്റ്റ് ഒരു സാലറി കിട്ടി. ആ ഒരു മന്തൊക്കെ ആയിരുന്നു മാർച്ചിൽ. പിന്നെ ഞാൻ ചില ഞെട്ടിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുത്ത മന്തായിരുന്നു. കാര്യം നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് മാർച്ചിൽ ഞാൻ ഒരു തീരുമാനം എടുത്തായിരുന്നു. പക്ഷെ അത് ഇതുവരെ നടന്നോ ഇല്ലയോ, നടക്കുമോ എന്നൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മാർച്ച് എൻ്റെ മന്ത് ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. ബിക്കോസ് ഫെബ്രുവരി ആണെങ്കിലും മാർച്ച് ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് സെമസ്റ്റർ ബ്രേക്ക്, അതായത് ഇവിടെ അങ്ങനെ സെമസ്റ്റർ ബ്രേക്ക് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. സോ മാർച്ച് ഞാൻ ഭയങ്കരധികം പ്രൊഡക്റ്റീവായിരുന്നു. കുറച്ച് സബ്മിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഉള്ള മന്ത് കൂടെ ആയിരുന്നു. സോ എന്താണെങ്കിലും അത്യാവശ്യം ഞാൻ പ്രൊഡക്റ്റീവായിരുന്നു മാർച്ചിൽ. ദെൻ ഏപ്രിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മന്താണ്. എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു മന്താണ്. എന്താ പറയുക, എല്ലാം കൂടി ഒരു മിക്സഡ് ഫീലിംഗ് ഉള്ളൊരു മന്താണ് എനിക്ക് ഏപ്രിൽ. വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കയറി വർക്ക് ചെയ്യുന്നതിനെ പറഞ്ഞു വിട്ട മന്ത് കൂടിയാണ് ഏപ്രിൽ. സോ അതിലെനിക്ക് വിഷമമുണ്ട്. ദെൻ പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐഫോൺ എടുത്ത മന്ത് ഏപ്രിലാണ്. പിന്നെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് അന്ന് കുറച്ചും കൂടെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം മുടി വളർന്നതാണ്. ഓക്കെ, അപ്പം ഹെയറും കൂടെ കട്ട് ചെയ്തിട്ടുള്ളൊരു മന്തും കൂടെയാണ് ഏപ്രിൽ. പിന്നെ ഏപ്രിലിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും ഇറ്റ്സ് ഓക്കെ. യാ അന്ന് എനിക്ക് കുറേ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം. യാ ഇറ്റ്സ് ഗുഡ്. ഈസ്റ്ററും പിന്നെന്താ വിഷു, ഈസ്റ്റർ, അതിൻ്റെയൊക്കെ ഒരു മന്തായിരുന്നു ഏപ്രിൽ. യാ അതെ. സോ ഏപ്രിൽ അങ്ങനെയൊക്കെ പോയി. അല്ലെങ്കിലും എല്ലാ ഏപ്രിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഞാൻ പുതിയതായിട്ട് ചെയ്യുമെന്നുള്ളതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോരോ കുട്ടി കുട്ടി ആഗ്രഹങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നടക്കുന്ന ഒരു മന്താണ് ഏപ്രിൽ ഓരോ ഇയറും. യാ അതുകൊണ്ട് ഏപ്രിൽ എനിക്ക് സ്പെഷ്യലാണ്. ദെൻ മെയ്. എന്ത് പെട്ടെന്നല്ലേ 3-4 മാസമൊക്കെ ഇങ്ങനെ പോയത്. ശരിക്കും പറഞ്ഞു പോകുന്നതിൻ്റെ അത്ര സിമ്പിൾ ആയിരുന്നില്ല എനിക്കിവിടെ ഇത്രയും മന്ത്സ് ഞാൻ തള്ളി നീക്കിയത്.
ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ. മെയ് മെയ് പറയുമ്പം എന്താണ്, യാ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഞാൻ അവളെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തു, അവൾക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തു. അതിൻ്റെ വീഡിയോ ഇതിലുണ്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ബട്ട് എന്തായാലും അതെനിക്ക് അത്യാവശ്യം എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റും കൂടെ ആയിരുന്നു. ബിക്കോസ് എന്താ, ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സർപ്രൈസായി കൊടുക്കുക എന്ന് പറയുമ്പം അതിൽ കിട്ടുന്ന ഒരു സന്തോഷം, അങ്ങനെയുള്ളൊരു മാസമായിരുന്നു മെയ്. ബട്ട് എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ, പിന്നെ മെയ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്പ്രിങ് തീരുന്നു, ലൈക്ക് സ്പ്രിങ്ങിൻ്റെ എൻഡും സമ്മറിൻ്റെ ഒരു സമ്മർ സ്റ്റാർട്ടിങ് അല്ല, ബട്ട് എന്നാലും സ്പ്രിങ് സമ്മർ ആ ഒരു മിഡ് ആ ഒരു ടൈമാണ്. സോ എന്തായാലും അതുകൊണ്ട് വെതർ അത്യാവശ്യം നല്ലതായിരുന്നത് കൊണ്ട് ഞാൻ സംവാട്ട് ഓക്കെ ആയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് കുളിക്കാൻ നല്ല മടിയാണ്. അതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യണം എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പ്ലാനറിൽ. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ഹെയർ വാഷ്, ലോണ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ ഇത് നല്ല കോമഡി വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ഇത് വായിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാര്യം ഓരോ മന്തിൻ്റെയും ഓർമ്മകളാണ് ഇതിനകത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ ലൈക്ക് ഇറ്റ്. ജൂൺ അങ്ങനെ 5 months എങ്ങനെയൊക്കെയോ തള്ളി നീക്കി 6 monthsലോട്ട് കയറി. 6th monthലോട്ട് കയറി. ബട്ട് സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് അത്ര സുഖമായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ജൂൺ 1 തന്നെ ചെറുതായിട്ട് എൻ്റെ കാലിലൊരു ചെറിയ പണിയൊക്കെ കിട്ടി. അതും എനിക്ക് എല്ലാ കൊല്ലവും, അത് നിങ്ങൾ ആലോചിക്കണം, എല്ലാ കൊല്ലവും പണി കിട്ടുന്ന അതേ കാലിൽ തന്നെ പണി കിട്ടിയ വർഷവും കൂടെയാണ് ജൂൺ. ഈ ഒരു ഇയർ അതിപ്പം എല്ലാ കൊല്ലവും പണി കിട്ടും, അങ്ങനെയുള്ളൊരു മന്ത് കൂടെയാണ് ജൂൺ. ദെൻ പിന്നെ ഞാൻ ജൂൺ ലാസ്റ്റ് ഞാൻ വർക്കിനൊക്കെ കയറി, മിനി ജോബ് പോലെയൊക്കെ കയറി. പിന്നെ ജൂൺ ഞങ്ങൾക്ക് ആകെപ്പാട് ഫുൾ ഹറിബറി ആയിട്ടുള്ളൊരു മന്തായിരുന്നു. കാര്യം സെമിനാറും ഡിസ്കഷനും അസൈൻമെൻറ്റ് പ്രസൻറ്റേഷൻ, ഫുൾ കൺഫ്യൂഷൻസ്. ജൂലൈ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ജൂലൈ ആണെങ്കിലും എക്സാംസും കാര്യങ്ങളും ഒക്കെ, ബിക്കോസ് സമ്മറിൻ്റെ എക്സാംസ് ഒക്കെ നടക്കുന്നത് ജൂൺ ജൂലൈ ആയിരുന്നു മെയിനായിട്ട്. സോ ഞാൻ എൻ്റെ കാലൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഓക്കെ ആയി. പിന്നെ വർക്കിന് കയറി. വർക്ക് എന്ന് പറയുമ്പോൾ ഒരു മിനി ജോബ് പോലെ കയറി കേട്ടോ. മിനി ജോബും പിന്നെ എന്താ പറയുക, ലൈക്ക് എക്സാംസിന് ഫോക്കസ് ചെയ്യുക, പിന്നെ കമ്പൈൻ സ്റ്റഡി, അത് ഇത് അങ്ങനെ അങ്ങനെ പോയ കുറച്ച് മന്ത്സായിരുന്നു ആ ഒരു ജൂൺ ജൂലൈ ഒക്കെ. ദെൻ പിന്നെ ഞാൻ ബോണ്ടിൽ പോയി, എൻ്റെ നാട്ടിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു, മീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ നടന്ന കൂടെ ടൈമാണ് ജൂലൈയിലൊക്കെ. എനിക്ക് ജൂലൈ തന്നെ, ജൂലൈ ഒരു മിഡ് വീക്കൊക്കെ ആയപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ അത് എനിക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ്. ബിക്കോസ് കുറേ നാൾക്ക് ശേഷമാണ് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ, നമുക്ക് നേരത്തെ അറിയണ കുറച്ച് ആൾക്കാരെ കാണുന്നത് ജൂലൈയിലാണ്. സോ ഐ ആം ഹാപ്പി. ദെൻ ഓഗസ്റ്റിലൊക്കെ അത്യാവശ്യം ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി, ഇങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്ത്. മേക്ക് ഓവർ പറയുമ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ ഒന്ന് രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത മന്താണ് ജൂലൈ ലാസ്റ്റും ഓഗസ്റ്റൊക്കെ. ദെൻ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ പണി വീണ്ടും പോയി. അതായത് മിനി ജോബ് ഉണ്ടായിരുന്നു, അത് വീണ്ടും പോയൊരു മന്ത് കൂടെയാണ് ഓഗസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഓഗസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പിന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓഗസ്റ്റ് ഇഷ്ടമാണ്. ബിക്കോസ് എന്താ പറയുക, ഫ്രണ്ട്സും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, ഫുഡ് അടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഓഗസ്റ്റ് ഇഷ്ടമാണ്.
പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ, കേക്ക് കട്ടിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, അങ്ങനെ സെപ്റ്റംബറിലെത്തി. സെപ്റ്റംബർ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മന്താണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജർമ്മനി വന്നിട്ട് വൺ ഇയർ ആയത് സെപ്റ്റംബറിലാണ്. അതായത് സെപ്റ്റംബർ 30 വന്നത്. സോ സെപ്റ്റംബർ എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി സെലിബ്രേഷൻ എന്ന് പറയാനൊന്നും ഇല്ല, ജസ്റ്റ് പഴയ കാര്യങ്ങളൊക്കെ എന്ന് ഓർത്തു. പിന്നെ എന്താ, ഞാൻ വീണ്ടും വീണ്ടും എന്ന് ഞാൻ പറയുന്നില്ല, പാർട്ട് ടൈം ആയിട്ടൊരു ജോലിക്ക് കയറിയ മന്താണ് സെപ്റ്റംബറിൽ. പിന്നെ എന്താ, ഓണമൊക്കെ ആഘോഷിച്ചു കേട്ടോ. ബിക്കോസ് നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത്, അതായത് 2024 സെപ്റ്റംബർ, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഈ കൊല്ലം എനിക്ക് ഡൗട്ടായിരുന്നു, ഓണമൊക്കെ കിട്ടുമോ, ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരുന്നൊരു ടൈമായിരുന്നു. പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഓണത്തിൻ്റെ എന്തെങ്കിലും ഫോട്ടോസ് വല്ലതും അറ്റാച്ച് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഓണം സെലിബ്രേഷൻ്റെ ടൈമിലൊന്നും ഞാൻ വീഡിയോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊന്നും ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ടൈമായിരുന്നു യൂട്യൂബിൽ നിന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പറ്റുകയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു മന്തായിരുന്നു. പിന്നെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു കുട്ടി ഹാമ്പറൊക്കെ കൊടുത്ത് സർപ്രൈസ് കൊടുത്ത ഒരു മന്ത് കൂടെയാണ്. എന്താ പറയുക, പിന്നെ വേറൊരു കാര്യമുണ്ട്. അത് അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഒരു 1 ഇയർ കഴിയുന്നവരെയും ഞാനങ്ങനെ മൂവിക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. ബിക്കോസ് എന്താ പറയുക, ഒറ്റയ്ക്ക് സിനിമ കാണാൻ എനിക്കങ്ങനെ തോന്നാറില്ല. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലാണെങ്കിലും ഒന്നിൽ കൂടുതലും ഫാമിലിയുടെ കൂടെയാണ് മൂവിക്കൊക്കെ പോവുക. പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ഞാൻ പോകുന്നത് റെയറാണ്. ബിക്കോസ് മൂവി എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും എന്താ പറയുക, ഫാമിലി അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് സിനിമ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണെങ്കിലും അങ്ങനെ മൂവിക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയൊരു മൂവി കൂടെ കണ്ടത് ഈ സെപ്റ്റംബറിലാണ്. ലോക കാണാൻ പോയത്. സെപ്റ്റംബർ 21 ആ ടൈമിലാണ് ഞാൻ പോയത്. സോ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയൊരു കാര്യമാണ്. കാര്യം ആദ്യം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, കാണാൻ പോകണോ വേണ്ടയോ. കാര്യം ഒറ്റയ്ക്കാണല്ലോ, പോകണോ, പോസ്റ്റ് ആവോ. പക്ഷേ ഞാൻ പോയി കണ്ടു, എന്നെ എൻജോയ് ചെയ്തു. അതെന്തായാലും കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയേനായിരുന്നു. അങ്ങനെ സെപ്റ്റംബറും കഴിഞ്ഞു. എന്ത് പെട്ടെന്നല്ലേ 2025 ഇതാ ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഓഗസ്റ്റിലാണെങ്കിലും എനിക്കൊരു 1-2 സർജറി ഒക്കെ നടന്ന ഒരു മന്തായിരുന്നു. അങ്ങനെ കുറച്ച് ഫിനാൻഷ്യലി ഞാൻ ബ്രോക്കൺ ആയൊരു മന്തും കൂടെ ആയിരുന്നു ഓഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ സ്റ്റാർട്ടിങ് ഒക്കെ. അതുകൊണ്ട് ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ. ഫൈനലി ഒക്ടോബർ എന്ന് പറയുമ്പോൾ കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ള മന്താണ്. ഫസ്റ്റ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ഉള്ള മന്താണ്. ആൻഡ് എന്താ പറയുക, ഇവിടെ വന്നിട്ട് എൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ജർമ്മനി എത്തിയിട്ട് എൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. കഴിഞ്ഞ വട്ടത്തെ ബർത്ത്ഡേക്ക് കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വട്ടത്തെ ബർത്ത്ഡേക്കും കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. അതായത് ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. 1-2 ഫ്രണ്ട്സൊക്കെ വന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ടിങ് തന്നെയാണ്. കേക്ക് കട്ട് ചെയ്തു, ഗിഫ്റ്റൊക്കെ കിട്ടി, ഫുഡ് കഴിച്ചു. ഞാൻ ഫ്രണ്ട്സിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ ആയിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ പോയി. അത് അന്നല്ല കേട്ടോ, അത് അതിന് മുന്നേ ആണ്. അതായത് ഞാൻ ഒക്ടോബറിലെ കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ ലൈറ്റ് ഫെസ്റ്റ് കണ്ടതും. പിന്നെ എന്താ പറയുക, പിന്നെ ഓട്ടം. അതായത് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം വന്ന സമയത്താണ് ഓട്ടം തീരുന്ന ആ ഒരു ടൈമിലായിരുന്നു ഞാൻ വന്നിരുന്നത്. പക്ഷേ ഇതിപ്പം ഓട്ടം ഫുള്ളി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീസൺ ഓട്ടമാണ്. ശരിക്കും തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ ചെറിയ തണുപ്പുണ്ട്, ചൂടധികം ഇല്ല, പിന്നെ നല്ല രസമാണ് കാണാൻ. സോ ഓട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ ഹാലോവീൻ്റെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ.
പിന്നെന്താ, പിന്നെ എൻ്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു മന്തായിരുന്നു എനിക്ക് ഒക്ടോബർ എന്ന് പറയുന്നത്. ഒക്ടോബറിലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിരുന്നു, ബിക്കോസ് ഞാൻ കൂടുതലും വർക്കൊക്കെ ചെയ്യുന്ന മന്തായിരുന്നു ഒക്ടോബർ. ദെൻ ഫ്രണ്ട്സായിട്ടുള്ള മീറ്റിങ്ങും പിന്നെ എൻ്റെ തേർഡ് സെം സ്റ്റാർട്ട് ചെയ്ത ഒരു മന്താണ്. എന്ത് പെട്ടെന്നല്ലേ സെമസ്റ്ററൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതനുസരിച്ച് പേപ്പേഴ്സ് തീരുന്നില്ല, അത് വേറെ കാര്യം. ബട്ട് എന്നാലും കുഴപ്പമില്ല, ഗോ വിത്ത് ഫ്ലോ. പിന്നെ എന്താ പറയുക, ഒക്ടോബറിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്യാൻ പോയതും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൊരു മന്ത്സ് കൂടെ ആയിരുന്നു. പിന്നെ കൊളോൺ പോയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് പിന്നെ വീണ്ടും ഒന്ന് കൊളോൺ പോകുന്നത്. ഫുഡ് കഴിച്ചു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെയുള്ള കുറേ നല്ല മൊമെൻറ്റ്സ് കിട്ടിയ മന്താണ് ഒക്ടോബർ ലാസ്റ്റും നവംബറും. പിന്നെ എന്താ പറയുക, ദെൻ നവംബർ നമുക്ക് അറിയാമല്ലോ. നവംബർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ മുതലേ ഒരു ഏകദേശം ഒരു ക്രിസ്മസ് വൈബ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും പതിയെ. നവംബർ ആയപ്പോൾ അത് കൂടി. പിന്നെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലും പിന്നെ എന്താ പറയുക, ചെറുതായിട്ട് എവിടേക്കോ 1-2 സ്ഥലത്തൊക്കെ കറങ്ങാനൊക്കെ പോയ ഒരു മന്താണ്. പിന്നെ ക്രിസ്മസ് മാർക്കറ്റും പിന്നെ എക്സാമൊക്കെ എഴുതി. അത് വലിയ കാര്യമൊന്നുമില്ല, ബട്ട് എന്നാലും എഴുതി എക്സാം പാസ്സായി. പിന്നെ ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത്. കഴിഞ്ഞ വട്ടവും പോയിരുന്നു, ബട്ട് ഈ വട്ടം ഞാൻ 2-3 സ്ഥലത്ത് ക്രിസ്മസ് മാർക്കറ്റൊക്കെ പോയി കേട്ടോ. അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ക്ലാസ്സിനൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മിക്കതും ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല മന്തായിരുന്നു നവംബർ. ഞാൻ ഷൂസൊക്കെ മേടിച്ച മന്താട്ടോ. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഷൂസൊക്കെ മേടിച്ചു. അങ്ങനെ ഒരു മന്ത് കൂടെയാണ് എനിക്ക്. പിന്നെ പ്രൊജക്റ്റും കാര്യങ്ങളും നവംബർ കൂടുതലും എന്താ പറയുക, കുറച്ച് ബിസി ആയിരുന്നു. ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. വർക്കും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. നല്ല റഷ് ആയിട്ടുള്ള ഒരു മന്തായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ആ ഒരു തിരക്കൊക്കെ ആയിരുന്നു എനിക്ക് നവംബറിൽ. ഫുൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം ഞാനിങ്ങനെ പ്രൊഡക്റ്റീവായി ഓരോ കാര്യങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ച് എന്താ പറയുക, ഇത് വാങ്ങിക്കണം അത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മന്തായിരുന്നു. പിന്നെ എൻ്റെ 1-2 ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് 1-2 സ്ഥലത്തൊക്കെ പോകണം, അതൊന്നും നടന്നില്ല. നെക്സ്റ്റ് ഇയർ നോക്കാമെന്ന് വിചാരിക്കുന്നു. അതെന്തോ സംഭവം നടന്നില്ല. വിൻ്റർ കഴിഞ്ഞപ്പോൾ സമ്മറായി, സമ്മർ കഴിഞ്ഞപ്പോൾ ഓട്ടമായി, ഓട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ തെണ്ടിയായി. അതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, നടന്നില്ല. ദെൻ ഫൈനലി ഡിസംബർ, അതായത് ഈ മാസം ഡിസംബർ എന്താ പറയുക, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. ഫ്രണ്ടിന് ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുത്തു. പിന്നെ എന്താ പറയുക, പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയത്തില്ല, കാര്യം അതൊരു വീട്ടിലേക്കുള്ള ഒരു സർപ്രൈസാണ്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയില്ല കേട്ടോ. അത് നാട്ടിൽ അവർക്കത് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ പറയാം അതെന്തായിരുന്നു ആ സർപ്രൈസ് എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയില്ല. സോ എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത മന്ത് കൂടിയാണ് ഈ ഡിസംബർ. പിന്നെ എന്താണ്, ഡോട്ട്മുണ്ടൊക്കെ പോയി. ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട്, ആ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടതൊക്കെ ഈ ഡിസംബറിലായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ക്രിസ്മസ് കുറച്ച് കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു മന്താണ്. മന്താണെന്നല്ല, ഇയറാണ് ഈ ഇയറിന്. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ഒഴിവാക്കണ്ട. പിന്നെ ഇതിനെയൊക്കെ മേടിച്ചത് ഈ മന്താണ് കേട്ടോ.
അങ്ങനെ അങ്ങനെ പോയി എൻ്റെ ഈ ഒരു വർഷം. അത്യാവശ്യം വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓരോ മന്തിലെയും എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലൊക്കെ ഞാനിങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നോർമലി എന്താ പറയുക, ബഡ്ജറ്റൊക്കെ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് പ്ലാനറിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഇങ്ങനെ അത്യാവശ്യം ഒരു വലിയ പ്ലാനറായിരുന്നു ഈ ഇയറിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു താങ്ക് യു നോട്ടൊക്കെ പോലെ അത് ഇന്നലെ തന്നെ എഴുതിയതാട്ടോ. ഒരു 2023 താങ്ക് യു 2024 എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. താങ്ക് യു. പിന്നെന്താ, പിന്നെ അങ്ങനെ ഈ ഒരു ഇയർ അങ്ങ് പോയി. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ കുറേ കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷെ ശരിക്കും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നല്ലൊരു സുഖമുണ്ട്. പിന്നെ ഒരു കുട്ടി കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ബിക്കോസ് ഞാൻ 2026 വേണ്ടിയിട്ടൊരു പ്ലാനർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവീലിംഗ് കൂടെയാണ്. റിവീലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഈ 2025 പോലത്തെ ഒരു അത്രയും വലിയ പ്ലാനറല്ല, ഒരു കുട്ടി പ്ലാനറാണ്. അത് ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ബിക്കോസ് ഞാൻ കുറച്ചും കൂടെ സൈസ് എക്സ്പെക്ട് ചെയ്തിരുന്നു. എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. കാര്യം ഞാൻ ഇവിടെ നിന്ന് അല്ലാതെ ഷോപ്പിലൊക്കെ നോക്കി, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്നൊരു പ്ലാനർ മേടിച്ചു. പിന്നെ ഒരു സ്റ്റിക്കർ, ഒരു ടു ഡു ലിസ്റ്റിൻ്റെ സ്റ്റിക്കേഴ്സും ഒരു സ്റ്റിക്കർ നോട്ട് പോലെ. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയില്ല, എന്തോ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യത്തില്ല. ഇതാട്ടോ ആ ടു ഡു ലിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇതുപോലെ ഒരു സ്റ്റിക്കർ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എന്താ പറയുക, ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇതിലെ പോലെ ഇങ്ങനെ കുറിച്ച് വെക്കുക. എന്നിട്ട് ഈ പ്ലാനെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം എന്താ പറയുക, വാങ്ങിക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്നിൽ പ്ലാനറിലോ അല്ലെങ്കിൽ നമ്മുടെ വാളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഓർക്കാനൊക്കെ വേണ്ടിയിട്ട്. ഐ നോ ഫോണിലൊക്കെ ഇപ്പം എന്താ പറയുക, നോട്ട്സൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഫോണിൽ നോട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന്. പക്ഷേ എനിക്ക് കുറച്ച് എസ്തെറ്റിക്സ് ഇഷ്ടമായതുകൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് ആ 2026 പ്ലാനർ. ഞാൻ കുറച്ച് എസ്തെറ്റിക്സ് ഫോക്കസ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നല്ല ഹാൻഡിയാണ്. ഇപ്പം ഈ ഒരു പ്ലാനറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാൻ രണ്ടും കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പ്ലാനറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് നല്ല ചെറുതാണ്. നല്ല ഹാൻഡിയാണ്. അതുകൊണ്ട് ഒരു ബാഗിലൊക്കെ ആണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഇത് ക്യാരി ചെയ്യാൻ അത്യാവശ്യം നല്ല ഒരു പ്ലാനറാണ്. അത് മോശമാണെന്നല്ല, ബട്ട് ഇറ്റ്സ് കുറച്ചും കൂടെ നല്ലതാണ്. ബട്ട് എനിക്ക് പറ്റിയ അബദ്ധം എന്താന്ന് വെച്ചാൽ ഞാൻ തീരെ തിന്നായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഇത് കണ്ടു, കുറച്ച് തിന്നാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് എൻ്റെ ഈ ഒരു കവർ പേജൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലേഔട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് 2025 ഒരു ക്വാർട്ടർ മന്ത്സ് കുറച്ചിനകത്ത് ഇൻക്ലൂഡായി വന്നിട്ടുണ്ട്. ബട്ട് അത് കുഴപ്പമില്ല, നമുക്കത് ജസ്റ്റ് ഒന്ന് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2026 ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നമുക്ക് കോണ്ടാക്ട്സ് ഒക്കെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ആ പ്ലാനറിൽ കോണ്ടാക്റ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ കോണ്ടാക്ട്സ് ഒക്കെ കൊടുക്കാം. പിന്നെ പാസ്വേഡ്സ് മറന്നു പോകുന്ന എന്നെ പോലെയുള്ളവരാണെങ്കിൽ പാസ്വേഡ് ലോഗൊക്കെ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടി നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബർത്ത്ഡേയ്സ് ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്, ഹോളിഡേയ്സ്. പിന്നെ
എന്താ പറയുക, കഴിഞ്ഞ പ്ലാനർ വെച്ച് നോക്കുമ്പം ഇത് കുറച്ചും കൂടെ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഇതിൽ ചെയ്യാം എന്ന് തോന്നി. ബിക്കോസ് മറ്റത് റൂൾഡ് ആയിട്ടുള്ള പ്ലാനറായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ എഴുതി 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 ആ ഒരു ഇത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഡിസൈനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ കുട്ടി കുട്ടി ടു ഡു ലിസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ, ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ് ഈ എല്ലാ പ്ലാനർ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടെ എനിക്ക് എന്താ പറയുക, ജേർണലിംഗ് പോലെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഇയറാണ്. ഞാൻ ഇതുവരെ ജേർണലിംഗ് ചെയ്തിട്ടില്ല. ജേർണലിംഗ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, വേറൊരു സംഭവം ഉണ്ട്. ഒരു വിഷൻ ബോർഡൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് 2026 വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് എന്താ പറയുക, മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയാം, നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഇയർ കൂടിയാണ് 2026. സോ ഈ വീഡിയോ എടുക്കുന്നത് December 31 ആണ്. അതായത് ഇന്ന് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഇന്ന് തന്നെയായിരിക്കും. സോ എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ വേറൊന്നും പറയാനില്ല. ആഗ്രഹങ്ങളൊക്കെ നടക്കാത്ത ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ചില്ലായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.